ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പെനിൻസുല റിവറിൻ്റെ പാർട്ട് 2 ആണ്. ലാസ്റ്റ് നമ്മൾ പാർട്ട് 1 സെഷൻ ചെയ്തതാണ്. പാർട്ട് 1 സെഷൻ കാണാത്തവരുണ്ട്, പാർട്ട് 1 സെഷൻ എന്ത് ചെയ്യുക, കാണുക. എന്നിട്ട് നമ്മുടെ പാർട്ട് 2 സെഷൻ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ പാർട്ട് 1-ൽ നമ്മൾ കണ്ടത് പെനിൻസുലാറിൽ തന്നെ ഈസ്റ്റിലേക്ക് ഒഴുകുന്ന റിവേഴ്സാണ്. സോ നമ്മൾ പാർട്ട് 2-ൽ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ വെസ്റ്റിലേക്ക് ഒഴുകുന്ന പെനിൻസുലാറിലെ നദികളാണ്. അത് മെയിൻലി 2 മഹാനദികളാണ് നമുക്ക് വരുന്നത്. ആരൊക്കെയെന്നറിയോ? ഒന്ന് നർമ്മദയും, 2 നർമ്മദട്ടിൻ എന്നറിയപ്പെടുന്ന താപ്തി റിവർ. നർമ്മദയും താപ്തിയും കേട്ടോ. ദ ട്വിൻ ഓഫ് നർമ്മദ ആരാണ്? താപ്തി. ഇവർ 2 പേരുമാണ് നമ്മുടെ ഇതിൽ പറഞ്ഞത്. ഏത് കാറ്റഗറിയിൽ? വെസ്റ്റ് ഫ്ലോയിങ് വരുന്ന 2 റിവർ. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന റിവറാണ് ആര്? നമ്മുടെ നർമ്മദ. ആരാണ്? നർമ്മദ റിവർ. സോ എവിടെയാണെന്നറിയോ നർമ്മദ എന്നതിലെ ഒറിജിൻ വരുന്നത്? നമ്മുടെ ഒറിജിൻ വരുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ അമർകാണ്ടക് എന്ന് പറയുന്ന പ്ലേറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഒറിജിൻ, നമ്മുടെ സോഴ്സ് ഓർത്ത് വെക്കുക. മധ്യപ്രദേശിന്റെ അമർകാണ്ടക് പ്ലേറ്റുവിൽ. അമർകാണ്ടക് എവിടെയും ചോദിച്ചാൽ ഓർത്ത് വെക്കണം. അമർകാണ്ടക് ബയോസ്ഫിയർ ഒക്കെ ഉണ്ട് ഇവിടെ മധ്യപ്രദേശിൽ. ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ ഉണ്ട്? 18 ബയോസ്ഫിയർ അല്ലേ? ഇന്ത്യയിലെ 18 ബയോസ്ഫിയറിൽ മധ്യപ്രദേശിൽ വരുന്ന ഒരു ബയോസ്ഫിയർ കൂടിയാണ് ഏത്? അമർകാണ്ടക് ബയോസ്ഫിയർ. ആ അമർകാണ്ടക്കിൽ നിന്നുമാണ് ആരുടെ ഒറിജിൻ? നർമ്മദ നദിയുടെ ഒറിജിൻ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ നർമ്മദ നദി മധ്യപ്രദേശിലെ തന്നെ പ്രധാനപ്പെട്ട 2 നാഷണൽ പാർക്കിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകുന്നുണ്ട്. ഏതൊക്കെ നാഷണൽ പാർക്ക് എന്നറിയോ? ഒന്ന് കൻഹ നാഷണൽ പാർക്കും മറ്റൊന്ന് പെഞ്ച് നാഷണൽ പാർക്കും കേട്ടാ. കൻഹ നാഷണൽ പാർക്കിൽ കൂടെയും പെഞ്ച് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നദിയാണ് ആര്? നദിയാണ് ആര്? നമ്മുടെ നർമ്മദ. ഒരു നദിയാണ് നർമ്മദ. ആര്? നർമ്മദ. ഏതൊക്കെ നാഷണൽ പാർക്കാണ്? 2 നാഷണൽ പാർക്ക്. ഏത്? കൻഹ നാഷണൽ പാർക്കും പെഞ്ച് നാഷണൽ പാർക്ക്. ഇത് 2 എവിടെയാ? മധ്യപ്രദേശിലാണ്. ഓക്കെ. അതുപോലെ തന്നെ നർമ്മദ നദിയിൽ മധ്യപ്രദേശിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് മാർബിൾ വാട്ടർഫാൾ എന്ന് പറയും. അഥവാ മറ്റൊരു പേരാണ് ദുആന്തർ വാട്ടർഫാൾ. മാർബിൾ വെള്ളച്ചാട്ടം അഥവാ ദുആന്തർ വാട്ടർഫാൾ എന്ന് പറയും കേട്ടാ. മാർബിൾ ആക്ച്വലി ഈ നർമ്മദ നദി ഒഴുകുന്ന തീരങ്ങൾ നമ്മൾ നോക്കിയാൽ, അത് നർമ്മദയുടെ വാലീസ് നമ്മൾ നോക്കിയാൽ കാണാം ഒരുപാട് മാർബിൾ പാറകൾ കൊണ്ട് എന്താണ് ഉള്ള പ്രദേശങ്ങൾ, രൂപീകരിച്ച പ്രദേശമാണ് ഇത് നർമ്മദ ഒഴുകുന്നത്. അതുകൊണ്ടാണ് നർമ്മദ കരയിൽ ഒരു പ്രധാനപ്പെട്ട സിറ്റി ഉണ്ട്, ജബൽപൂർ സിറ്റി. ജബൽപൂരിന്റെ നിക്നെയിം എന്താ? ഇന്ത്യയുടെ മാർബിൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാർബിൾ സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മാർബിൾ സിറ്റി ഏതാണ്? ജബൽപൂരാണ് അല്ലേ? ആ ജബൽപൂർ സിറ്റി ഏത് റിവറിന്റെ കരയിലാ? നർമ്മദയുടെ കരയിലാണ്. കാരണം നമ്മുടെ കരയിൽ ഇഷ്ടം പോലെ മാർബിൾ ഏരിയാസ് ഉണ്ട്. സോ നർമ്മദയിലെ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ദുആന്തർ വാട്ടർഫാൾ. അതിന്റെ നിക്നെയിം ആണ് മാർബിൾ വാട്ടർഫാൾ എന്ന് പറയും. ഇത് മധ്യപ്രദേശിലാണ് ഈ വാട്ടർഫാൾ പറഞ്ഞ. ഒരു വാട്ടർഫാൾ വരുന്നത് മധ്യപ്രദേശിലാണ്. ഏത്? ദുആന്തർ വാട്ടർഫാൾ അഥവാ മാർബിൾ വെള്ളച്ചാട്ടം എന്ന് പറയും കേട്ടാ. സോ മാർബിൾ സിറ്റിയാണ് ആര്? ജബൽപൂർ. ജബൽപൂർ ഏത് റിവറിന്റെ കരയില? മധ്യപ്രദേശാണ് ജയ്പൂർ കേട്ടാ. ജബൽപൂർ മധ്യപ്രദേശാണ്. അത് നർമ്മദ നദിയുടെ തീരത്താണ് വരുന്നത്. ഇനി നമ്മുടെ നർമ്മദ നദി മധ്യപ്രദേശിൽ നിന്നും നേരെ എവിടെ പോകും? അടുത്ത സ്റ്റേറ്റ് ഗുജറാത്തിൽ പോകുകയും ഗുജറാത്തിൽ വെച്ച് ഇതെവിടെ അവസാനിക്കും? കടലിൽ പോയി അവസാനിക്കും. ഇത് ഡെൽറ്റ ഫോം ചെയ്യില്ല. കാരണം ഇത് എന്ത് ഫ്ലോയിങ്? വെസ്റ്റ് ഫ്ലോയിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡെൽറ്റ ഇല്ല, ഡെൽറ്റ ഫോം ചെയ്യുന്നില്ല. ഇനി ആരൊക്കെയാണ് നർമ്മദയിൽ വരുന്ന പ്രധാനപ്പെട്ട ഡാമുകളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മധ്യപ്രദേശിലെ ഇന്ദിരാസാഗർ ഡാം. ഇന്ദിരാസാഗർ എവിടെയാണ്? മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് കേട്ടോ. 2-3 വട്ടം എക്സാം ചോദിച്ചിട്ടുണ്ട്. ഇന്ദിരാസാഗർ ഡാം ഏത് സ്റ്റേറ്റ്? മധ്യപ്രദേശിലാണ് ഇന്ദിരാസാഗർ ഡാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർവയർ കൂടിയാണ് ഏത്? ഇന്ദിരാസാഗർ കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർവയർ കൂടിയാണ് ഏത്? മധ്യപ്രദേശിലെ ഇന്ദിരാസാഗർ ഡാം എന്ന് പറയുന്നത്. ഏത് റിവറിലാണ്? നർമ്മദയിലാണ്. രണ്ടാമത് മധ്യപ്രദേശിൽ തന്നെയുള്ള ഓംകരേശ്വർ എന്നൊരു ഡാമാണ്. ഓംകരേശ്വർ മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഓംകരേശ്വർ ഡാം. ഓംകരേശ്വർ എവിടെയാണ്? മധ്യപ്രദേശ്. തേർഡ് വൺ നമ്മുടെ ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നായ സർദാർ സരോവർ ഡാം. സർദാർ സരോവർ പക്ഷേ മധ്യപ്രദേശല്ല, ഗുജറാത്തിലാണ് കേട്ടാ. ഗുജറാത്തിലാണ് സർദാർ സരോവർ ഡാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡാമിൽ ഒന്നാണ് ആര്? ഈ സർദാർ സരോവർ. അപ്പൊ സർദാർ സരോവറിന്റെ ഈ പണി തുടങ്ങുന്ന സമയത്ത് വലിയൊരു
കോളിളക്കം ഉണ്ടാക്കിയ ഒരു സമരമുണ്ടായിരുന്നു. അതായത് ഈ സർദാർ സരോവർ നർമ്മദ നദിയിലാണ് കെട്ടുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ കാടുകൾ അന്ന് എന്ത് ചെയ്യേണ്ടി വെട്ടിക്കളയേണ്ടി വന്നു. സോ അതിനെ കൊണ്ടൊരു വലിയൊരു ഒരു സമരമായിരുന്നു, മൂവ്മെന്റ് ആയിരുന്നു നമ്മുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ. ചോദിക്കും അല്ലെ, ആരാ ലീഡർ? നർമ്മദ ബച്ചാവോ ആന്തോളന്റെ നേതാവ് ആരാ? മേധാ പട്കർ അല്ലെ. നമ്മുടെ മേധാ പട്കറിന്റെ നേതൃത്വത്തിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന മൂവ്മെന്റ് എന്ത് പ്രോജക്റ്റിനെതിരെ തുടങ്ങിയ മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കുക, സർദാർ സരോവർ ഡാം കെട്ടുന്നതിനെതിരെ ആരംഭിച്ച ഒരു മൂവ്മെന്റ് ആണ് ഇത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ആ സർദാർ സരോവർ ഡാം നിലവിൽ ഇപ്പോൾ ഏത് റിവറിലാണ് കെട്ടിയിരിക്കുന്നത്? നർമ്മദയിലാണ്. ഇതിന്റെ തൊട്ടടുത്താണ്, ഈ ഡാമിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആയ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടാളസ്റ്റ് സ്റ്റാച്ചു ആണല്ലേ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ ഒരു പ്രതിമ. എത്രയാ ഹൈറ്റ്? 182 മീറ്റർ, 182 മീറ്റർ, 182 മീറ്റർ ഉയരമാണ് നമ്മുടെ ഈ ഒരു സ്റ്റാച്ചുവിന്. ഏത്? നമ്മുടെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് പട്ടേലിന്റെ ഈ പ്രതിമ. കണ്ട, ഈ പ്രതിമ ഇരിക്കുന്ന ഏത് ഡാമിന്റെ അടുത്താ? നമ്മുടെ ഈ സർദാർ സരോവർ ഡാം എന്ന് പറയുമ്പോൾ ഏത് റിവറിന്റെ അടുത്ത്? നർമ്മദാ നദിയുടെ തീരത്താണ് ഈ ഒരു സ്റ്റാച്ചു ഓഫ് യൂണിറ്റി. എത്ര ഹൈറ്റ്? 182 മീറ്റർ ഹൈറ്റ് ഉള്ള ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. സോ ആരൊക്കെയാ ഡാം? മധ്യപ്രദേശിൽ ഇന്ദിരാസാഗറും, അതുപോലെ മധ്യപ്രദേശിൽ ഓംകരേശ്വർ. ഗുജറാത്തിൽ പോകുമ്പോൾ ആരാ? സർദാർ സരോവർ ഡാമാണ്. സോ ഇതാണ് നർമ്മദയുടെ ഒരു എന്താണ് ഔട്ട്ലൈൻ. ഓക്കെ, ഒറിജിൻ മറക്കല്ലേ. ഒറിജിൻ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അമർകാണ്ടക് പ്ലേറ്റു. എവിടെയാ? മധ്യപ്രദേശ് അല്ലേ. ഇനി ആരൊക്കെയാണ് നമ്മുടെ ട്രിബ്യൂട്ടറി എന്ന് നോക്കാം. നമ്മുടെ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ തവ, ഹിരൺ, ബഞ്ചാർ, ഷഖാർ. ഇവരൊക്കെയാണ് നർമ്മദയുടെ പോഷക നദികൾ. കേട്ടോ, ആരൊക്കെയാണ്? തവ, ഹിരൺ, ഷേർ, ഷഖാർ, ബഞ്ചാർ. ഷേർ ഉണ്ട് കേട്ടോ, ഷേർ, ഷഖാർ, ബഞ്ചാർ. ഇതൊക്കെയാണ് ട്രിബ്യൂട്ടറീസ്, നർമ്മദയുടെ പോഷക നദികൾ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിവർ നർമ്മദ. ഇനി നമ്മൾ നേരെ പോകുന്നു രണ്ടാമത്തെ വെസ്റ്റ് ഫ്ലോയിങ് റിവർ. ആരെന്നറിയൂ? ദ ടിൻ ഓഫ് നർമ്മദ. നർമ്മദ ടിൻ എന്നറിയപ്പെടുന്ന ആര്? താപ്തി അഥവാ താപ്പി നദി. കേട്ടോ, ഇവരെന്തുകൊണ്ട് ടിൻ എന്ന് വിളിക്കുന്ന അറിയോ? നമ്മുടെ ഈ മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട രണ്ട് മലനിരയാണ്. ഒന്ന് വിന്ധ്യയും മറ്റൊന്ന് സത്പുരയും. നമ്മുടെ വിന്ധ്യ സത്പുര എന്ന് പറയുന്ന രണ്ട് മലനിരയുണ്ട് അല്ലേ മധ്യപ്രദേശില, വിന്ധ്യ സത്പുര. ഇതിന്റെ ഈ ഒരു വാലീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്റ്റ് വാലികൾ എന്ന് പറയും അല്ലേ. വിന്ധ്യ സത്പുരയുടെ വാലീസ് ആണ് എന്ത്? റിഫ്റ്റ് വാലി. കാരണം വിന്ധ്യ സത്പുര തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു ബ്ലോക്ക് മൗണ്ടൻസിന് ഉദാഹരണമാണ് അല്ലേ. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എത്ര 4 ടൈപ്പ് മൗണ്ടൻ ഉണ്ട് അല്ലേ. ഏതൊക്കെയാ? ഫോൾഡ് മൗണ്ടൻ, ബ്ലോക്ക് മൗണ്ടൻ, വോൾക്കാനിക് മൗണ്ടൻ, റെസിഡുവൽ മൗണ്ടൻ. അതിൽ ഇന്ത്യയിലെ തന്നെ ഒരു ബ്ലോക്ക് മൗണ്ടന് ഉദാഹരണമാണ് ആര്? വിന്ധ്യയും സത്പുരയും. എവിടെ? മധ്യപ്രദേശിൽ. അപ്പം ഈ ബ്ലോക്ക് മൗണ്ടന്റെ ഇടയിലുള്ള ഈ വാലീസ് വിളിക്കുന്ന പേരാണ് റിഫ്റ്റ് വാലി എന്ന് പറയും. സോ ഇന്ത്യയിൽ റിഫ്റ്റ് വാലി കാണുന്നത് ഏത് സ്റ്റേറ്റിലാണ്? മധ്യപ്രദേശിലാണ്. ഏത് മലകൾക്ക്? വിന്ധ്യ സത്പുര മലയിലാണ് അല്ലേ. സോ ഈ റിഫ്റ്റ് വാലി കൂടെയാണ് നമ്മുടെ ആരൊക്കെ ഒഴുകുന്നത്? നർമ്മദയും താപ്തിയും. രണ്ടുപേരും പാരലി ഒഴുകുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിളിക്കും നർമ്മദയുടെ ടിൻ ആണ് ആര്? താപ്പി അഥവാ താപ്തി നദി അല്ലേ. റിഫ്റ്റ് വാലിയിൽ കൂടെ നർമ്മദയ്ക്ക് പാരലി ഒഴുകുന്ന ഒരു നദിയാണ് ആര്? താപ്പി നദി. സോ അതുകൊണ്ട് ടിൻ ഓഫ് നർമ്മദ ആരാണ്? താപ്പി. എവിടെയെന്നറിയോ താപ്പിയുടെ ഒറിജിൻ? താപ്തിയുടെ ഒറിജിൻ മധ്യപ്രദേശിലെ മുൾട്ടായി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ്. മുൾട്ടായി, മധ്യപ്രദേശിൽ മുൾട്ടായി. ഇങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഈ താപ്പി, മുൾട്ടായി. താപ്തി നമ്മൾ താപ്പി എന്ന് പറയും, താപ്പി. മുൾട്ടായി ഇങ്ങനെ ഓർത്താൽ മതി. മുട്ടായി തപ്പി എന്ന് ഓർത്താൽ മതി. മുട്ടായി നമ്മുടെ ഈ കുഞ്ഞു വാവുകൾക്കില്ലേ, നമ്മുടെ ചെറിയ കുഞ്ഞു ഇഴയുന്ന വാവുകൾ, അവർക്ക് നമ്മൾ കുറച്ച് മിഠായി കൊടുത്താൽ അവർ മിഠായി എടുക്കേണ്ട പരുവായിട്ടില്ലല്ലോ. അവരിങ്ങനെ മിഠായി കൊടുത്താൽ എന്ത്? ഇങ്ങനെ തപ്പി തപ്പിയിലേ നോക്കാറുള്ളൂ. മിഠായി തപ്പി, കുഞ്ഞു വാവ മിഠായി തപ്പി. അപ്പം മുൾട്ടായി താപ്തി. മുൾട്ടായിൽ നിന്നും താപ്തിയുടെ ഒറിജിൻ. മുട്ടായി തപ്പി, മുൾട്ടായി താപ്പി. താപ്പിയുടെ ഒറിജിൻ എവിടെയാണ്? മുൾട്ടായി. ഏ സ്റ്റേറ്റ്? മധ്യപ്രദേശ്. ദെൻ അവിടെ നിന്ന് നേരെ ഇത് ഗുജറാത്തിൽ പോകും. കാരണം കടൽ ഗുജറാത്തിലാണല്ലോ. ഗുജറാത്തിൽ പോവുകയും ഗുജറാത്തിൽ വെച്ച് കടലിൽ ആരവസാനിക്കും? താപ്തി അവസാനിക്കും. സോ മറക്കല് ഒറിജിൻ തപ്പി, മുട്ടായി തപ്പി. മുൾട്ടായിൽ നിന്നും ആര്? താപ്തി നദി. ഇനി ആരൊക്കെയാണ് ഇതിലെ പ്രോജക്റ്റുകൾ? സോ ഇതിലെ പ്രോജക്റ്റിന് മുമ്പ് ഇതിന്റെ ട്രിബ്യൂട്ടറി പറഞ്ഞിട്ട് ഇതിന്റെ പ്രോജക്റ്റിലോട്ട് പോകാം. ആരൊക്കെയാണ് താപ്തിയുടെ ട്രിബ്യൂട്ടറി എന്ന് വെച്ചാൽ
പൂർണ നദി, ഗിർന നദി, പഞ്ച്ര നദി, ഗോമൈ നദി. ആരൊക്കെയാണ്? പൂർണ, ഗിർന, പഞ്ച്ര, ഗോമൈ. കേട്ടോ, താപ്തിര ട്രിബ്യൂട്ടറീസ്, താപ്തിര പോഷക നദികൾ ആരൊക്കെയാണ്? പൂർണ, ഗിർന, പഞ്ച്ര, ഗോമൈ. ഇതൊക്കെയാണ് ആരുടെ ട്രിബ്യൂട്ടറി? താപ്തിര ട്രിബ്യൂട്ടറീസ്. ഇനി നമുക്ക് ആ ഡാമിലോട്ട് പോവാം. താപ്തിയിൽ പ്രധാനമായും 2 പ്രോജക്റ്റുകളാണ് വരുന്നത്. രണ്ടും ഗുജറാത്തിലെ 2 പ്രോജക്റ്റുകളാണ്. ഗുജറാത്തിലാണ്. അതിലൊന്നാണ് ഉക്കൈ ഡാം, ഉക്കൈ പവർ പ്രോജക്റ്റ്. ഉക്കൈ ഡാം ഗുജറാത്തിലെ ഉക്കൈ പ്രോജക്റ്റ്. ദെൻ രണ്ടാമത്താണ് കക്രാപ്പാർ, കക്രാപ്പാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. സോ ഈ കക്രാപ്പാർ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. കക്രാപ്പാർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കക്രാപ്പാർ ഡാം, ഇപ്പം നിങ്ങൾ ഡാം കണ്ടു, ഡാം അല്ലാതെ വേറെ എന്തെങ്കിലും കക്രാപ്പാർ കേട്ടിട്ടുണ്ടോ? കക്രാപ്പാർ അറിഞ്ഞിരിക്കണം. ഗുജറാത്തിലെ ഈ ഡാമിന്റെ തൊട്ടടുത്ത് കക്രാപ്പാർ എന്ന് പറയുന്ന ഒരു മേജർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇന്ത്യയിലുണ്ട്. അറ്റോമിക് പവർ സ്റ്റേഷൻ, കക്രാപ്പാർ അറ്റോമിക് പവർ സ്റ്റേഷൻ, ഗുജറാത്ത്. കേട്ടോ, ഗുജറാത്തിലെ താപ്തി നദിയുടെ അടുത്താണ് കക്രാപ്പാറ അറ്റോമിക് പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. സോ അറ്റോമിക് പവർ പ്ലാന്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ മേജർ അറ്റോമിക് പവർ പ്ലാന്റ് ഏതാണ്? ഫസ്റ്റ് അറ്റോമിക് പവർ പ്ലാന്റ് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ പ്ലാന്റ് ഏതാണ് എന്നറിയോ? ഇന്ത്യയിലെ ഫസ്റ്റ് ആണവ നിലയം അത് താരാപൂർ ആണ്. ഏതാണ്? താരാപൂർ. താരാപൂർ അറ്റോമിക് പവർ പ്ലാന്റ്. താരാപൂർ ഏത് സ്റ്റേറ്റാ? താരാപൂർ മഹാരാഷ്ട്രയിലാണ് താരാപൂർ. താരാപൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് അറ്റോമിക് പവർ പ്ലാന്റ്. ഒരു എക്സാമിന് ചോദിച്ചത് താരാപൂർ ഓപ്പൺ ചെയ്ത വർഷം ഏതാണ്? ഏത് വർഷം എന്നറിയോ? 1969. 1969 താരാപൂർ എന്ത് ചെയ്യുന്നത്? ഇനാഗ്രേറ്റ് ചെയ്ത്, ഓപ്പൺ ചെയ്ത്, കമ്മീഷൻ ചെയ്ത വർഷം 1969. 1969 താരാപൂർ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ പ്ലാന്റ്. ഓക്കെ, സോ ഇനി അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ നിങ്ങൾ കണ്ടു താരാപൂർ. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അറ്റോമിക് പവർ പ്ലാന്റ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അറ്റോമിക് പവർ പ്ലാന്റ് എന്നറിയോ? ഏറ്റവും വലുത്, ബിഗ്ഗസ്റ്റ്, അത് നമ്മുടെ കൂടൻകുളം അറ്റോമിക് പവർ പ്ലാന്റ് ആണ്. കൂടൻകുളം എവിടെയാണ് ഈ കൂടൻകുളം? തമിഴ്നാട്ടിൽ അല്ലേ? നമ്മുടെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ വരുന്ന കൂടൻകുളമാണ് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അറ്റോമിക് പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം. കേട്ടോ, ഈ തമിഴ്നാട്ടിൽ ആക്ച്വലി 2 അറ്റോമിക് പവർ പ്ലാന്റ് ഉണ്ട്. കൂടൻകുളവും ഉണ്ട്. ദെൻ തേർഡ് വൺ കൽപ്പാക്കം അറ്റോമിക് പവർ പ്ലാന്റ്. കൽപ്പാക്കം, ഇതാണ് കൽപ്പാക്കം. കേട്ടോ, ഏതൊക്കെയാണ്? കൂടൻകുളവും കൽപ്പാക്കവും. കേട്ടോ, താരാപൂർ എവിടെയാ? താരാപൂർ മഹാരാഷ്ട്രയില്. കൂടൻകുളവും കൽപ്പാക്കം എവിടെയാ? കൂടൻകുളം കൽപ്പാക്കം പറഞ്ഞത് തമിഴ്നാട്ടിൽ. അതിൽ കൂടൻകുളമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എന്താണ് അറ്റോമിക് പവർ പ്ലാന്റ്. ഓക്കെ, ഇനി 4ാമത്തെ പവർ പ്ലാന്റ് ആണ് കൈഗ അറ്റോമിക് പവർ പ്ലാന്റ്. ഏതാണ്? കൈഗ അറ്റോമിക് പവർ പ്ലാന്റ്. എവിടെയാണെന്നറിയോ? കൈഗ പറഞ്ഞത് നമ്മുടെ കർണാടകയിലാണ്. നമ്മുടെ കർണാടകയിലെ കൈഗ അറ്റോമിക് പവർ പ്ലാന്റ്. കൈഗ എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൈഗ അറ്റോമിക് പവർ പ്ലാന്റ് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കർണാടകയിലാണ് കൈഗ പറഞ്ഞ കൈഗ അറ്റോമിക്. ദെൻ ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ച പവർ പ്ലാന്റ് ആണ് നറോറ അറ്റോമിക് പവർ പ്ലാന്റ്. ഏത് സ്റ്റേറ്റിലാണ്? ഒരുപാട് തവണ, ധാരാളം തവണ PVK ചോദിച്ചിട്ടുണ്ട് നറോറ. എവിടെയെന്നറിയോ? നറോറ അറ്റോമിക് പവർ പ്ലാന്റ്. നറോറ ഉത്തർപ്രദേശ്. എവിടെയാണ്? UP-യിലാണ്, ഉത്തർപ്രദേശില് നറോറ. പിന്നെ അതുപോലെ 6ാമത്തെ നമ്മുടെ കക്രാപ്പാർ എവിടെയാ? കക്രാപ്പാറ ഗുജറാത്തിലാണ്. കക്രാപ്പാർ എവിടെയാണ്? കക്രാപ്പാറ ഡാമും കക്രാപ്പാർ ആണവ നിലയവും എവിടെയാണ്? ഗുജറാത്തിൽ. ഡാം പറഞ്ഞ ഏത് റിവറില്ല? നമ്മുടെ താപ്തിയിൽ. ഇതിന് ഏറ്റവും ലാസ്റ്റ് ഒരു പവർ പ്ലാന്റ് കൂടിയുണ്ട്. 7ാമത്തെ അറ്റോമിക് പവർ പ്ലാന്റ് നമ്മുടെ റാവത്ത് ബട്ട അറ്റോമിക് പവർ പ്ലാന്റ്. റാവത്ത് ബട്ട അഥവാ രാജസ്ഥാൻ അറ്റോമിക് പവർ പ്ലാന്റ്. രാജസ്ഥാനിലാണ് നമ്മുടെ 7ാമത്തെ ആണവ നിലയം. മേജർ ആയിട്ടുള്ള 7ാമത്തെ അറ്റോമിക് പവർ പ്ലാന്റ് ഏതാ? റാവത്ത് ബട്ട അറ്റോമിക് പവർ പ്ലാന്റ്. എവിടെയാണ്? രാജസ്ഥാൻ. അങ്ങനെ 7 പ്രധാനപ്പെട്ട മേജർ അറ്റോമിക് പവർ പ്ലാന്റുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മേജറുള്ള എവിടെയാ? തമിഴ്നാട്ടിലാണ്. കൂടൻകുളവും കൽപ്പാക്കവും അല്ലേ? ദെൻ കൈഗ എവിടെയാ? കർണാടക. നറോറ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എവിടെയാ? ഉത്തർപ്രദേശ്. അല്ല, കക്രാപ്പാർ ചോദിച്ചാൽ എവിടെയാ? കക്രാപ്പാർ വരുന്നത്
ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ കക്രാപ്പാർ ആണവ നിലയവും ഡാമും ഉണ്ട്. ഡാം ഏത് റിവർ? താപ്തി. അതുപോലെ ഫസ്റ്റത്തെ അറ്റോമിക് പവർ പ്ലാന്റ് ഏതെന്ന് ചോദിച്ചാൽ 1969 അല്ലേ? 1900 നമ്മുടെ ISRO ഒക്കെ രൂപീകരിച്ച വർഷമാണല്ലേ ISRO വന്ന വർഷം കൂടിയാണ് 1969. ആ 69 ഇതിൽ ആദ്യത്തെ അറ്റോമിക് പവർ പ്ലാന്റ് ഏത്? താരാപൂറും കമ്മീഷൻ ചെയ്തു 1969. താരാപൂർ എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. സോ ഇതോടുകൂടി നമ്മുടെ പെനിൻസുല റിവർ നമുക്കിവിടെ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഈസ്റ്റ് ഫ്ലോയിങ് റിവർ പഠിച്ചു. ഈ സെഷൻ നമ്മൾ എന്താ? വെസ്റ്റിലേക്ക് ഒഴുകുന്ന ആ 2 മഹാനദികൾ നമ്മൾ പഠിച്ചു. ആരൊക്കെയാണ്? ഒന്ന് നർമ്മദയും മറ്റൊന്ന് നമ്മുടെ താപ്തി റിവർ. ആരാണ്? നമ്മുടെ താപ്തി റിവർ. സോ ഇതോടുകൂടി നമ്മുടെ പെനിൻസുല റിവർ നമുക്കിവിടെ എന്ത് ചെയ്യണം? കഴിയുകയാണ്. ഏറ്റവും മെയിൻലി നിങ്ങൾ ചാപ്റ്ററിൽ നോക്കേണ്ടതാണ് നമ്മൾ ഈ പഠിച്ച എല്ലാ മഹാനദികളുടെയും ഒറിജിൻ കൃത്യമായി പഠിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. രണ്ടാമത്തെ ട്രിബ്യൂട്ടറി, കൃത്യമായി എല്ലാ റിവറിൻ്റെയും ട്രിബ്യൂട്ടറി ആരെന്ന് പഠിക്കുക. ദെൻ തേർഡ്, മൂന്നാമത് നമുക്ക് വരുന്നത് ആരൊക്കെയാണ് പ്രോജക്റ്റുകൾ. കുറേ ഡാം നമ്മൾ പഠിച്ചു. ഡാം പഠിക്കുമ്പോൾ 2 കാര്യം പഠിക്കണം. ഡാം ഏത് സ്റ്റേറ്റിലെന്നും പഠിക്കണം, ഏത് നദിയിലെന്നും പഠിക്കണം. ഓക്കെ, സോ ആ ഒരു പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഞാൻ ഈ വരുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ റിവറുമായി ബന്ധപ്പെട്ട് ഇത്രയും നാളും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്തൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ പാറ്റേണിലാണ് റിവറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.